ത്രിയേക ദൈവത്തിന് സ്തുതി. നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന ചക്രവർത്തിയെക്കുറിച്ച് ഇപ്രകാരം വായിക്കുവാനിടയായി തീർന്നു. അദ്ദേഹം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് പഠിക്കുവാൻ പണമില്ലാത്തതുകൊണ്ട് വല്ലാതെ വിഷമിച്ച ഒരു സന്ദർഭം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഒരു കടൽക്കരയിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വല്ലാതെ ദുഃഖിച്ച അയാൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതുവഴി വന്നിട്ട് അയാളോട് ചോദിച്ചു, മോനെ, എന്താ നിൻ്റെ പ്രശ്നം? വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ ജീവിത സാഹചര്യം ആ മനുഷ്യനോട് ഈ കുഞ്ഞ് വിശദീകരിക്കുകയാണ്. ഉടനെ തൻ്റെ പോക്കറ്റിൽ നിന്ന് 3 പണം എടുത്ത് ഈ കുഞ്ഞിന് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, നീ പോയി പഠിക്ക്, നിൻ്റെ ജീവിത കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അവസാനം ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഇപ്രകാരം പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ആയിത്തീർന്നത് ഇത്രമാത്രം വളരുവാൻ കാരണം ആ ഒരു സംഭവമാണ്. എന്നാൽ അയാൾ തന്ന പണമല്ല എന്നെ വലുതാക്കിയത്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും സ്ഥാനത്തേക്ക് എന്നെ ഉയർത്തിയത് അദ്ദേഹം തന്ന പണമല്ല, മറിച്ച് എന്നോട് അയാൾ ഒരു ചോദ്യം ചോദിച്ചു, മോനെ, എന്താ നിൻ്റെ പ്രശ്നം? ഇന്ന് ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ദുരന്തത്തിൻ്റെ നടുക്കടലിലൂടെ ഇങ്ങനെ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും നമ്മളോട് എന്താ നിൻ്റെ പ്രശ്നം, എന്നോട് പറ എന്ന് തുറന്ന് സംസാരിക്കത്തക്ക വിധത്തിൽ നമ്മളോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. പലരുടെയും ജീവിതത്തിൽ ഈ ഒരു ചോദ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, എന്താ നിൻ്റെ പ്രശ്നം? സഹായത്തേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാകുന്നതാണ് ജീവിതത്തിലെ വിജയത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലൂടെ ഇങ്ങനെ കർത്താവ് ഈ ഒരു ശക്തമാക്കുന്ന ചില വചനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കേണ്ടതിന് വേണ്ടി ഞാൻ ഇപ്രകാരം നിങ്ങളോട് പറയുന്നു, നിങ്ങളെ സംഘാലയങ്ങളിൽ നിന്ന് തള്ളിക്കളയും. ഓരോരുത്തരും മറ്റവനെ കൊല്ലുന്നത് ദൈവത്തിന് വഴിപാട് അർപ്പിക്കുകയാകുന്നു വിചാരിക്കുന്ന നാഴികയും വരും. എന്നെയാകട്ടെ എൻ്റെ പിതാവിനെയാകട്ടെ അവർ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒക്കെയും സംഭവിക്കും. ഇതൊരാശ്വാസ വചനമാണ്. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് നോക്കിക്കാണുവാൻ വേണ്ടി നമുക്ക് തരുന്ന ഒരു കരുത്തേറിയ വചനമാണിത്. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ ഇപ്രകാരം നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വകയൊക്കെ ഉണ്ടാകാം. ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ, വേദനകളിലൂടെ, സഹനങ്ങളിലൂടെയൊക്കെ നിങ്ങളിങ്ങനെ കടന്നു പോകാം. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ പതറിപ്പോകരുത്. എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയാത്തതുകൊണ്ട് ഇപ്രകാരമൊക്കെയും സംഭവിക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏതെങ്കിലും പ്രതിസന്ധികളെ, ഏതെങ്കിലും ദുരന്തങ്ങളെ, ഏതെങ്കിലും സഹനങ്ങളെയൊക്കെ കണ്ടിട്ട് മറ്റു പലരും നമ്മളോട് എന്താ നിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചിട്ട് നമുക്കൊരാശ്വാസ വചനം നൽകുവാൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ അവർക്ക് സാധിക്കൂ എന്ന് പറയുന്നത് അവർ ദൈവാനുഭവമുള്ളവരായതുകൊണ്ടാണ്. അത്തരത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ ദൈവം സ്നേഹിക്കുന്നു, കരുതുന്നു എന്നതുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം നമുക്ക് വേണ്ടേ? പ്രയാസങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ, വേദനകളിലൂടെ, സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളോട് ഒരാശ്വാസ വചനം പറയാൻ, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊന്ന് പങ്കിട്ട് കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണ്ടേ? സാറാ തോമസ് എന്ന് പറയുന്ന ഒരു സഞ്ചാര സാഹിത്യകാരി ഒരിക്കൽ തമിഴ്നാട്ടിലെ ഒരു അഗ്രഹാരത്തിൽ ഒരു വൃദ്ധയെ സന്ദർശിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, വൃദ്ധ എന്ന് പറയുന്നത് അവിടുത്തെ പൂജാരിയുടെ ഭാര്യയായിരുന്നു. 6 വർഷമായി പൂജാരി മരണപ്പെട്ടു പോയി. 1 വർഷമായി പൂജാരി മരിച്ചിട്ട്. അപ്പോൾ ഈ വൃദ്ധയായ സ്ത്രീ ഇവരോട് പറയുകയാണ്, മോൾ എന്നെ ഒന്ന് സ്പർശിക്കാം, മോളെ ഞാനൊന്ന് തൊട്ടോട്ടെ, മോളുടെ നെറ്റത്ത് ഞാനൊന്ന് ഉമ്മ വച്ചോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു, അതിനെന്താ?
അതിനുശേഷം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആ സ്ത്രീ പറയുകയാണ്, അവളെ 6 വർഷമായി ഒരു മനുഷ്യജീവിയെ സ്പർശിച്ചിട്ട്, 6 വർഷമായി എന്നെ ആരെങ്കിലും ഒന്ന് കാണാൻ വന്നിട്ട് എന്നോടൊന്ന് സംസാരിച്ചിട്ട്, മോൾ എന്നെ തൊട്ടപ്പോൾ ഞാൻ അനുഗ്രഹീതയായി തീർന്നു. സറ തോമസ് എന്ന് പറയുന്ന ആ സാഹിത്യകാരി പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥയായിരുന്നു അത്. കാരണം ആരാലും കേൾക്കപ്പെടാനില്ലാതെ, ആരാലും സ്നേഹിക്കാതില്ലാതെ, ഒന്ന് പങ്കുവയ്ക്കാൻ, ദുഃഖങ്ങളൊന്ന് പങ്കുവയ്ക്കാൻ സാധിക്കാത്ത ആ വൃത്തിയായുടെ സ്ത്രീയുടെ അടുത്തിരുന്ന് ഒരാശ്വാസം കൊടുക്കാൻ എനിക്ക് സാധിച്ചല്ലോ. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ എന്താണ് നിൻ്റെ പ്രശ്നമെന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ക്രിസ്തുവിൻ്റെ ജീവിതം അതുതന്നെയാണ്. അശരണരും അവഗണിക്കപ്പെട്ടവരും ആയ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് നമ്മുടെ ക്രിസ്തു, നമ്മുടെ ദൈവം. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിരുന്നു ക്രിസ്തു എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഇങ്ങനെ നിരാശപ്പെട്ട് വീണിരിക്കുന്നതായ ഒരുപാട് ആളുകൾ, ഇനി എൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ ഒന്നുമില്ല എന്നുള്ള നിരാശയിൽ കഴിയുന്ന ആളുകൾ ഒരാളുടെ ശവകുടീരത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, 60-ാമത്തെ വയസ്സിൽ മരിച്ചു, 80-ാമത്തെ വയസ്സിൽ അടക്കി. എന്താണ് പറഞ്ഞതിനർത്ഥം? 60-ാമത്തെ വയസ്സിൽ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തമുണ്ടായപ്പോൾ, പ്രതീക്ഷയ്ക്ക് വിപരീതമായ ഒരു സംഭവം നടന്നപ്പോൾ അതിൻ്റെ മുമ്പിൽ അയാളുടെ ജീവിതം നിന്നുപോയതാണ്. പിന്നെ 20 വർഷം ജീവിച്ചു, പക്ഷേ മരിച്ചതുപോലെയാണ്. ഒന്നിനൊരു ഉന്മേഷമില്ല, ഒന്നിനൊരു സന്തോഷമില്ല, എങ്ങനെയൊക്കെയോ അങ്ങ് ജീവിച്ചു പോയി. ജീവിതത്തിൻ്റെ ആ ഉന്മേഷം അവിടെ കെട്ടുപോയി. അതാണ് 60-ാമത്തെ വയസ്സിൽ മരിച്ചു, 80-ാമത്തെ വയസ്സിൽ അടക്കി എന്ന് പറയുന്നത്. ഇല്ലേ? ജീവിതത്തിൽ ഇങ്ങനെ നിന്നു പോയിരിക്കുന്ന ഒരുപാട് ആളുകളില്ലേ? ചില ആളുകൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് നിന്നു പോകും. പുറകിലും സംഭവിച്ച കാര്യങ്ങൾ, ജീവിതത്തിൽ ഇതുവരെയും നടന്നതായ സംഭവങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനിച്ച്, ദുഃഖിച്ച്, ഭാരപ്പെട്ട് ജീവിതത്തിൽ നിന്ന് പോകുന്ന ആളുകളുണ്ട്, മുമ്പോട്ട് നോക്കാൻ സാധിക്കാത്ത. ലോത്തിൻ്റെ ഭാര്യയെ പോലെ നമുക്കറിയാം. ലോത്തിൻ്റെ ഭാര്യ ഈ പറഞ്ഞു പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ ഓടണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇവൾക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ പറ്റുന്ന, അവൾ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? തൻ്റെ ഭർത്താവ് അബ്രഹാമിനോടൊക്കെ വാക്ക് പറഞ്ഞ് വെട്ടിപ്പിടിച്ചെടുത്ത സ്ഥലങ്ങൾ കത്തി നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ച് കളിച്ച് വളർന്നതായ സ്ഥലങ്ങളൊക്കെ കത്തി നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അത് നോക്കി നിന്നപ്പോൾ അവൾ ഉപ്പുതൂണായി നിന്നുപോയി. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ സംഭവിച്ചു പോയ ദുരന്തങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് ഉപ്പുതീണായിട്ട് ജീവിതത്തിൽ ഇങ്ങനെ നിന്നു പോകുന്ന ആളുകളുണ്ട്. മുമ്പോട്ട് ഒഴുകാൻ പറ്റാത്തവണ്ണം നിന്നു പോകുന്ന അവസ്ഥകൾ. അവരോട് എന്താ പ്രശ്നമെന്ന് ചോദിച്ച് അവർക്കൊരാശ്വാസം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇങ്ങനെ നിന്നു പോകേണ്ട അവസ്ഥ എന്താണ്? നമ്മുടെ ഉള്ളിൽ ഒരു ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ ഇന്ദിരാഗാന്ധിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സിഖ് വംശജൻ അല്ലെങ്കിൽ സിഖ് ക്ലസ്റ്ററൊക്കെ ഒരിക്കലും ഒരു കലാപത്തിൽ പെടുകയുണ്ടായി. അതിലൊരു കുടുംബം നഷ്ടപ്പെട്ടു പോയ ഒരു സിഖ് ഡ്രൈവർ വർഷങ്ങൾക്ക് ശേഷം അയാളെ ഒരു മലയാളി പത്രപ്രവർത്തകൻ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഈ പത്രപ്രവർത്തകൻ അയാളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ആ വലിയ ദുരന്തത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, വലിയ ദുഃഖമായി കാണുമല്ലേ എന്നൊക്കെ അയാളോട് ഷെയർ ചെയ്യുമ്പോൾ ഈ സിഖ് ഡ്രൈവർ ഇപ്രകാരം പറയുകയാണ്, അതെ, ഞാൻ ഒരു ഡ്രൈവറാണ്. ഞാനിങ്ങനെ വാഹനം ഓടിക്കുമ്പോൾ അതിൻ്റെ 2 മിററുകളിലേക്ക് ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കാണാം എൻ്റെ കൊച്ചു ഭവനം. ആ ഭവനത്തിൻ്റെ മുറ്റത്തിരുന്നുകൊണ്ട് എൻ്റെ കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളി അവിടെ എന്തോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആരോ എറിഞ്ഞൊരു പന്തം എല്ലാം കത്തിച്ചാമ്പലാക്കി കളഞ്ഞു. കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞു പോലും അവിടെ ഇല്ലാതായിത്തീർന്നു. പക്ഷേ ഞാനൊരു ഡ്രൈവറാണ്. എനിക്ക് ഈ മിററിലൂടെ മാത്രം നോക്കി ഇങ്ങനെ വാഹനം ഓടിക്കാൻ പറ്റില്ല. ഞാൻ ഒന്നിങ്ങനെ കണ്ണു തുടച്ചിട്ട് ഞാൻ വേഗം ചക്രം നേരെ പിടിക്കും. എൻ്റെ ജീവിതത്തിലുണ്ടായ സങ്കടങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മ വരുമ്പോൾ ഒരു കണ്ണുനീര് വരും. പക്ഷെ അത് തുടച്ചു കളഞ്ഞിട്ട് വീണ്ടും മുൻപോട്ട് നോക്കി ഞാൻ വാഹനം ഓടിക്കും. അയാൾ അത്ര പ്രത്യാശയോടുകൂടി പറഞ്ഞെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങളും ദുഃഖങ്ങളും വേദനകളും സഹനങ്ങളുമൊക്കെ നമ്മുടെ ജീവിതം ഇങ്ങനെ ഉപ്പുതോണ് പോലെ നിന്നു പോകേണ്ട ഒരു ജീവിതമാണ്. മുൻപോട്ട് നോക്കി ഓടുവാനായിട്ട് നമുക്ക് സാധിക്കണ്ടേ? ചിലർ നൽകിയിരിക്കുന്ന കുത്തുവാക്കുകൾ, ചിലരുടെ മൂർച്ചയേറിയ ചില
വാക്കുകൾ, ഇതൊക്കെ നമ്മളെ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ നിർത്തിക്കളഞ്ഞിട്ടില്ലേ, തളർത്തിക്കളഞ്ഞിട്ടില്ലേ? പക്ഷേ അതിൻ്റെ മുമ്പിലൊന്നും തളർന്നു പോകാതെ മുമ്പോട്ട് നോക്കി ഓടേണ്ട ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. കാരണം നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത് ദൈവത്തിലാണ്. ആ ദൈവത്തിൽ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ നമ്മളെ തളർത്തുവാൻ ഒരാൾക്ക് സാധിക്കില്ല എന്നുള്ള ഒരാശ്വാസ വചനം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കണ്ടേ? അങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സൗഖ്യപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കാൻ നമ്മൾ ശീലിച്ചാൽ മാത്രമേ ഒരാളുടെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി അവനെ ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് നമ്മുടെ സങ്കടത്തെ തന്നെ ഒന്ന് ഇല്ലാതാക്കണ്ടേ? അതിനായിട്ട് നമുക്ക് ദൈവവുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് വേണം. ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ളൊരു ശക്തി നമുക്ക് വേണം. പൗലോ കൊയ്ലോ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഒഴുകുന്ന പുഴ പോലെ എന്ന് പറയുന്നൊരു കൃതിയുണ്ട്. അതിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ദൈവാലയത്തിൽ ഒരു പുരോഹിതൻ പുതിയതായിട്ട് ചാർജ് എടുത്തു. ഒരു 3-4 മാസം അദ്ദേഹം അവിടെ ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം അദ്ദേഹം ശ്രദ്ധിച്ചു, എന്നും വന്നുകൊണ്ടിരുന്നൊരു ചെറുപ്പക്കാരനെ സ്ഥിരമായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ വൈദികൻ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ അവൻ എന്ത് വരാത്തതെന്ന് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ഒരു ദിവസം ഇവനെ കണ്ടുപിടിക്കാനായിട്ട് അയാൾ വീട് വിട്ടിറങ്ങുകയാണ്. ഈ പുരോഹിതൻ ഈ ചെറുപ്പക്കാരൻ്റെ ഭവനത്തിലേക്ക് ചെന്നു. ഭവനത്തിൽ ചെന്നവൻ്റെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അവനിതൊന്നും വകവെക്കുന്നില്ല, അവൻ ഇഷ്ടപ്പെടുന്നില്ല. അവൻ വീടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി, അവിടെ നല്ല തണുപ്പുള്ള ഒരു കാലഘട്ടമായിരുന്നു. മുറ്റത്തിൻ്റെ ഒരു അറ്റത്തൊരു തീ കൂട്ടി ആ തീയിനെടുത്ത് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവൻ. ഈ അച്ഛൻ വീട്ടിൽ വന്ന് സംസാരിക്കുന്നവൻ മൈൻഡ് ചെയ്യുന്നില്ല. ഈ പുരോഹിതനൊന്നും മിണ്ടാതെ വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ആ തീ കനലുകളിൽ നിന്ന് ഒരു കനലെടുത്ത് പുറത്തേക്കിട്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ തീ കനൽ കറുത്ത് കരിക്കട്ട പോലെയായി. ഇവൻ അതെടുത്ത് വീണ്ടും ആ തീയിലേക്കിട്ടു. ഉടനെ തന്നെ അത് വീണ്ടും കനലായിട്ട് ജ്വലിച്ചു നിന്നു. ഈ പുരോഹിതനൊന്നും പറയേണ്ടി വന്നില്ല. പിറ്റേ നാളുകൾ മുതൽ അവൻ ദേവാലയത്തിൽ വന്നു. കാരണം അവനൊരു സന്ദേശം കിട്ടിക്കഴിഞ്ഞു. ഇത് ദൈവാലയവുമായിട്ടുള്ള ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ശോഭപൂർണ്ണമായി തീരുകയുള്ളൂ. എന്നാൽ ആ ബന്ധത്തിൽ നമ്മൾ വിട്ടുപോകുമ്പോൾ നമ്മുടെ ജീവിതം കറുത്തിരുണ്ട് പോകുന്നൊരവസ്ഥയിലായിത്തീരും. പ്രതിസന്ധികൾ വന്നാൽ, പ്രശ്നങ്ങൾ വന്നാൽ, ദുരന്തങ്ങൾ വന്നാൽ നേരിടാൻ പറ്റാത്ത വിധം നമ്മൾ നിന്നു പോകുന്ന അവസ്ഥയിലായി പോകും. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച്, ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ജീവിക്കുവാനുള്ളൊരു ശക്തി നമുക്കുണ്ടെങ്കിൽ, ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിലൂടെ ചേർന്നാണ് നമുക്ക് നിൽക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ നമുക്ക് നേരിടാൻ സാധിക്കും. അങ്ങനെ നമ്മളൊന്ന് സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ അപരൻ്റെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ സാധിക്കും. അവനോട് എന്താ പ്രശ്നമെന്ന് ചോദിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കും. അത് നമ്മളുടെ നിത്യജീവിതത്തിൽ തന്നെ നമ്മുടെ കൂടെ പാർക്കുന്നവരുടെ തന്നെ പ്രശ്നങ്ങളൊന്ന് അടുത്തറിയാൻ നമുക്ക് സാധിക്കണ്ടേ? അവരെന്തെങ്കിലും സങ്കടത്തിലൂടെ പോകുന്നുണ്ടോ? അവരുടെ ദുഃഖം, അവരുടെ വേദന, അവരുടെ പ്രയാസം അതൊന്ന് അനുഭവിച്ചറിയാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കണ്ടേ? പലപ്പോഴും നമ്മൾ നോക്കിക്കാണുന്നത് മറ്റുള്ളവരുടെ കുറവുകൾ മറ്റുള്ളവരുടെ മുമ്പാകെ പങ്കുവെക്കാനാണ്, അല്ലേ? നമ്മൾ ഒരാൾ നന്മയിലേക്ക് കടന്നു വരുന്ന ഒരാളെ പ്രശംസിക്കുവാൻ പലപ്പോഴും നമുക്ക് മടിയാണ്. മറിച്ച് അവൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത് കഴിയുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് നമുക്ക് പലപ്പോഴും താല്പര്യം. ഒരിക്കലൊരു മനുഷ്യൻ തൻ്റെ പുൽത്തകിടി ഒന്ന് ഡ്രിം ചെയ്യാനായിട്ട് ഒരു പയ്യനെ ഏൽപ്പിച്ചു. വൈകുന്നേരം വന്നു കഴിയുമ്പോൾ ഇവൻ പണി മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല. നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നു. അപ്പം പറഞ്ഞു, ഇത് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഞാൻ നിനക്ക് പണം തരികയുള്ളൂ. അപ്പോൾ ഇവൻ വല്ലാതെ വിസമ്മതിക്കുകയാണ്. അവന് തയ്യാറാകുന്നില്ല. ആ മുഴച്ചു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. ഇവൻ എന്താണ് ഇത്രമാത്രം ശാഠ്യം പിടിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചെന്ന് ആ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് തള്ളി മാറ്റി നോക്കിയപ്പോൾ കാണുകയാണ് കുറേയേറെ തവളകളും അതിൻ്റെ കുഞ്ഞുങ്ങളുടെയും സുഖവാസ കേന്ദ്രമാണത്. അതിനെ വേദനപ്പെടുത്തിക്കൊണ്ട്, അതിനെ ശല്യപ്പെടുത്തിക്കൊണ്ട് അത് വൃത്തിയാക്കാൻ അവന് മനസ്സില്ല. അപ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പം എന്താണെന്ന് അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ചില ആളുകളൊക്കെ ചില ക്രമഭംഗങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവരുടെ ഉള്ളിലെ ചില നന്മകളായിരിക്കാം. ആ നന്മകളെ തിരിച്ചറിഞ്ഞ് അവനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാനും അവനെ ഒന്ന് സഹായിക്കുവാനും അവൻ്റെ പ്രശ്നങ്ങളെ അടുത്തറിയുവാനും നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ?
നമ്മൾ പലപ്പോഴും എല്ലാവരുടെയും ദുഃഖങ്ങളിൽ പങ്കുചേർന്ന് എല്ലാവരെയും ആശ്വസിപ്പിച്ച് മുന്നേറുന്നവരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള നന്മകളെ കാണാൻ സാധിക്കുന്നുണ്ടോ? 2 കുടങ്ങൾ കെട്ടിത്തൂക്കിയിട്ടുകൊണ്ട് ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിസ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുപോവുകയാണ്. അതിൽ ഒരു കുടം പൊട്ടിയതാണ്. അപ്പോൾ കൃഷിസ്ഥലം അല്പം ദൂരെയാണ്. പുഴയിൽ നിന്ന് വെള്ളം ഈ കുടത്തിൽ നിറച്ചിട്ട് കൃഷിസ്ഥലത്തേക്ക് വരുന്ന വഴിയിൽ ഈ പൊട്ടിയ കുടത്തിൽ നിന്ന് വെള്ളം മുഴുവനും ഇങ്ങനെ വഴിയിലൂടെ വിതറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളുകളായിട്ടും ഈ കൃഷിക്കാരൻ ഈ കുടം ഉപേക്ഷിക്കുന്നില്ല. അപ്പോൾ ഈ പൊട്ടിയ കുടം ഈ കൃഷിക്കാരൻ നോക്കിയിട്ട് പറഞ്ഞു, അല്ലയോ കൃഷിക്കാരാ, നീ കോരി നിറയ്ക്കുന്ന വെള്ളത്തിൻ്റെ 1/4 പോലും നിൻ്റെ കൃഷിസ്ഥലത്ത് എത്തിക്കുവാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. നീ എന്നെ അങ്ങ് ഉപേക്ഷിച്ചേക്ക്. ഞാനൊരു കഴിവില്ലാത്തവനാണ്, എന്നെക്കൊണ്ട് നിനക്കൊരു പ്രയോജനമില്ല. അപ്പോൾ ഈ കൃഷിക്കാരൻ ഈ പൊട്ടിയ കുടം നോക്കിയിട്ട് പറഞ്ഞു, അല്ലയോ പൊട്ടിയ കുടമേ, ഞാൻ കോരി നിറയ്ക്കുന്ന വെള്ളത്തിൻ്റെ 1/4 പോലും നീ എൻ്റെ കൃഷിസ്ഥലത്ത് എത്തിക്കുന്നില്ലായിരിക്കാം. പക്ഷേ നീ വരുന്നതായ വഴിത്താരി എന്ന് നോക്ക്. ഇതിലൂടെ കടന്നു പോകുന്ന അനേകം ആളുകൾക്ക് കണ്ണിന് സൗരഭ്യം പറന്നുകൊണ്ട് അല്ലെങ്കിൽ വർണ്ണശബളമായിട്ടുള്ളതായ അനേകം പൂക്കൾ പ്രദാനം ചെയ്യുന്ന എത്രയോ ചെടികൾ അവിടെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു. നിനക്കൊരു കുറവുണ്ടെങ്കിലും നിന്നിലുള്ളതായ ചില നന്മകൾ എത്രയോ ആളുകൾക്ക് ആനന്ദം പകരുന്നുണ്ട്. അതുകൊണ്ട് നിനക്കൊരു കുറവുണ്ടെന്ന് പറഞ്ഞ് നീ അതിൽ തളർന്നിരിക്കേണ്ടവനല്ല. നിനക്ക് ഇന്ന കുറവുണ്ടെങ്കിലും നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന മറ്റൊരു നന്മ നിനക്കുണ്ട്. ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ കഴിവില്ല എന്നുള്ള നിരാശയിൽ ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നിരാശപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന അനേക ആളുകളുണ്ട്. അവർക്കൊരു സ്വാന്തനം കൊടുക്കുവാൻ, അവർക്കൊരു ആശ്വാസം കണ്ടെത്തുവാൻ, അവരുടെ നന്മ എന്താണെന്ന് തിരിച്ചറിയുവാൻ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സാധിച്ചാൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. ആൽബർട്ട് ഷെറ്റ്സർ എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവും മാത്രമല്ല എൻ്റെ അവകാശികൾ. മനുഷ്യർ പരസ്പരം അന്യോന്യം അവകാശികളാണ്. ഏകാന്തതയുടെ തടവറകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നവർ, ശയ്യാവലംബികളായി കഴിയുന്നവർ, ജീവിത നൈരാശ്യത്തിൻ്റെ നടുക്കടലിലൂടെ നീന്തുന്നവർ, ഏകാന്ത പതികർ എന്നിവർക്ക് വേണ്ടി നിങ്ങളുടെ അല്പം സമയം മാറ്റിവെക്കാൻ സാധിച്ചാൽ നിങ്ങൾ കൊടുക്കുന്നതായ പണത്തേക്കാൾ മൂല്യമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റൊരു സഹായവും മറ്റു പലർക്കും ചെയ്യാൻ സാധിക്കില്ലെങ്കിലും അവരുടെ പ്രശ്നങ്ങളിലേക്കൊന്ന് ഇറങ്ങി വരാൻ, എന്താ മോനെ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുവാൻ, ആ പ്രശ്നങ്ങളെ ഒന്ന് കേൾക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും ദൈവസന്നിധിയിൽ സ്വീകാര്യപരമായിട്ടുള്ള ഒരു ജീവിതമായി തീരും. മദർ തെരേസ മരിച്ച് അടക്കപ്പെട്ട് സ്വർഗത്തിൽ ചെല്ലുന്നതിനെ സംബന്ധിച്ച് വായിച്ചൊരു കഥയുണ്ട്. അപ്പോൾ അവിടെ റോസ്റ്റ് ബ്രെഡാണ് എല്ലാ ദിവസവും ഈ മദർ തെരേസയ്ക്ക് കിട്ടുന്ന ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ മദർ തെരേസ ചോദിച്ചു, പത്രോസിനോട് ചോദിക്കുകയാണ്, എല്ലാ ദിവസവും ഇത് ഈ ബ്രെഡ് മാത്രമേ ഉള്ളൂ? അപ്പോൾ മദർ തെരേസ നോക്കുമ്പോൾ താഴെ നരകത്തിൽ എല്ലാ ദിവസവും ചിക്കൻ ബിരിയാണി പോലുള്ള ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ഈ ബ്രെഡും റോസ്റ്റും മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ തിരികെ മറുപടി പറയുകയാണ്, ഇവിടെ നമുക്ക് 2 പേർക്കും വേണ്ടി ഒരു പാചകക്കാരനെ വയ്ക്കാൻ മുതലാവുകയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ മദർ തെരേസയുടെ ആ ശുശ്രൂഷ മനോഭാവവും മറ്റുള്ളവരുടെ പുഞ്ചിരിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ സ്വീകാര്യമായി ദൈവസന്നിധിയിൽ സ്വർഗത്തോളം അവരെ എത്തിച്ചു എന്നാണ് അതിൻ്റെ ഒരു സന്ദേശം പറയുന്നത്. അതിൻ്റെ ഇതിവർത്ഥത്തെക്കാൾ ഉപരി അതിൻ്റെ ആ സന്ദേശത്തെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവരൻ്റെ ദുഃഖങ്ങളിലേക്ക് കടന്നു വരികയും അവൻ്റെ വേദനകളെ സ്വന്തം വേദനകളായി കാണുകയും അവൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത മനോഭാവം നമുക്കുണ്ടാകുമ്പോഴല്ലേ നമ്മൾ റിയലായിട്ടുള്ള ക്രിസ്തുവിൻ്റെ അനുയായിയായി തീരുന്നത്. യേശുവിനെ അനുഗമിക്കുന്നവർക്ക് യേശുവിൻ്റെ ഭാവങ്ങൾ ഉണ്ടാകണ്ടേ? യേശുവിൻ്റെ ഭാഷ സംസാരിക്കാൻ സാധിക്കണ്ടേ? നമ്മളെല്ലാ ദിവസവും വിശ്വാസ പ്രമാണത്തിൽ നമ്മളിങ്ങനെ ചൊല്ലാറുണ്ട്, പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു എന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഒരു ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവന് വേണ്ടി നമ്മൾ നോക്കിപ്പാർത്തിരിക്കുക. നമ്മളൊരു ലോകത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വരുവാനിരിക്കുന്ന ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരുക്കമാണ് ഈ ലോക ജീവിതം എന്ന് പറയുന്നത്. നമ്മളൊരു ഈ ലോകത്ത് തന്നെ മറ്റൊരു രാജ്യത്തേക്ക് കടന്നു പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ഒരുങ്ങും? അവിടെ ചെന്നാൽ എന്ത് സംസാരിക്കും?
അവിടെ ചെന്നാൽ ഇവിടെ മൂല്യമുള്ളത് അവിടെ മൂല്യമില്ല, ഇവിടുത്തെ കറൻസി അല്ല അവിടെ വേണ്ടത്, അവിടുത്തെ കാലാവസ്ഥ വ്യത്യസ്തമാണ്. അങ്ങനെ നമ്മൾ ഒരുങ്ങുന്നുവെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പോകാനായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രമാത്രം നമ്മളിവിടെ ഒരുങ്ങണം. ദൈവരാജ്യത്തിൻ്റെ ഭാഷ നമ്മൾ സംസാരിക്കാനായിട്ട് ശീലിക്കണ്ടേ? സുവിശേഷമാകുന്ന ക്രിസ്തു സംസാരിച്ച ഭാഷ, ക്രിസ്തുവിൻ്റെ വാക്കുകൾ, ക്രിസ്തു കാണുന്നത് പോലെ കാണാൻ നമ്മൾ പഠിക്കണ്ടേ? വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ കണ്ണിനെക്കുറിച്ച് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കാഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവം എല്ലാം നല്ലതെന്ന് കണ്ടു. എല്ലാത്തിൻ്റെയും നന്മകൾ കാണാനുള്ള ഒരു കണ്ണ് ദൈവത്തിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകതയാണ്. യേശു എല്ലാവരിലും നന്മ കണ്ടു. നമുക്കറിയാം, ജീവിതത്തിൽ തളർന്നു കിടന്നവർ, മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടിരുന്നവർ, പ്രധാനാചാര്യന്മാരും മറ്റും തള്ളിക്കളഞ്ഞവരെ ഒക്കെ അവരിലുള്ള നന്മകൾ ക്രിസ്തു കണ്ടു. ക്രിസ്തുവിൻ്റെ കണ്ണോടുകൂടി കാണാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്തുവിൻ്റെ ഭാഷയാകുന്ന സുവിശേഷം സംസാരിക്കാൻ സാധിക്കണം. ഒരാൾ നമ്മളുമായിട്ട് അല്പസമയം സംസാരിച്ചിട്ട് കടന്നു പോകുമ്പോൾ ക്രിസ്തു സംസാരിച്ച അനുഭവം അവർക്കുണ്ടാകണം. അതല്ലേ ക്രിസ്തുവിൻ്റെ ഭാഷ എന്ന് പറയുന്നത്. അതുപോലെ ദൈവരാജ്യത്തിലെ കാലാവസ്ഥ, ദൈവരാജ്യത്തിൻ്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? വെളിച്ചത്തിൻ്റെ കാലാവസ്ഥയാണ്, പ്രകാശത്തിൻ്റെ കാലാവസ്ഥയാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. 1-ാം ദിവസം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ 4-ാമത്തെ ദിവസമാണ് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നത്. അപ്പോൾ 1-ാമത്തെ ദിവസത്തെ വെളിച്ചം ഏതാണ്? അത് ഉൾവെളിച്ചമാണ്. മറ്റുള്ളവരിലെ നന്മകൾ കാണാനുള്ള ഒരു പ്രകാശം ഉള്ളിലുണ്ടാകണം. വേദനിക്കുന്നവരെ അല്ലെങ്കിൽ ഒരു തെറ്റിൽ പെട്ടു പോകുന്നവരെയൊക്കെ തരം താഴ്ത്തിക്കളയുന്ന ഒരു അവസ്ഥയല്ല അവൻ്റെ പ്രശ്നങ്ങളിൽ ഇറങ്ങി വരിക എന്ന് പറയുന്നത്. മറിച്ച് ആ ഒരു കാഴ്ചപ്പാട് നമ്മളിൽ ഉണ്ടാകുന്ന ഉൾവെളിച്ചമാണ് ദൈവരാജ്യത്തിൻ്റെ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഒരു ആശ്രമത്തിൽ ഒരു ഗുരുവിന് 10 ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ 10 ശിഷ്യന്മാരിൽ 9 പേരും മിടുക്കന്മാരായിരുന്നു. ഒരാൾ മാത്രം ഈ അല്പം പുറകിലാണ്. അയാളെക്കുറിച്ച് 9 പേരും ഒരിക്കൽ വന്നൊരു പരാതി പറഞ്ഞു, ഗുരുവേ, ഈ ഒരാൾ ഞങ്ങളുടെ പല സാധനങ്ങളും മോഷ്ടിക്കുകയാണ്, ഇവനൊരു മോഷണശീലമുണ്ട്. ഗുരു അന്വേഷിച്ചപ്പോൾ ശരിയാണ്. അപ്പോൾ മറ്റുള്ളവരും പറഞ്ഞു, ഇവനെ പുറത്തു വിടണം, ഇവനെ പറഞ്ഞു വിടണം. 9 പേരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങൾക്ക് 9 പേർക്കും വേണമെങ്കിൽ പോകണമെങ്കിൽ പോകാം, ഇവനിവിടെ നിൽക്കട്ടെ. അപ്പോൾ മറ്റു ശിഷ്യന്മാരൊക്കെ ചോദിച്ചു, അതെന്താ ഗുരു, അവനല്ലേ തെറ്റ് ചെയ്തത്? ഞങ്ങൾ ഇതുവരെയും ഒരു തെറ്റും കാണിച്ചിട്ടില്ലല്ലോ. ഗുരു പറഞ്ഞു, നിങ്ങൾ 9 പേരും ഇത്രയും നാൾ എൻ്റെ കൂടെ കഴിഞ്ഞപ്പോൾ നല്ലതെന്താണെന്നും തെറ്റെന്താണെന്നും തിരിച്ചറിഞ്ഞു. നിങ്ങൾ നല്ലത് മാത്രം പഠിച്ചു, നിങ്ങൾ അത്യാവശ്യം പഠനം പൂർത്തീകരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പോകാം. പക്ഷേ ഈ മകൻ, അവൻ അത് തെറ്റാണെന്ന് പഠിക്കുന്നത് വരെ, നന്മകൾ പഠിക്കുന്നത് വരെ ഇവിടെ നിൽക്കട്ടെ. ഈ ഒരു മനോഭാവം ജീവിതത്തിൽ പലരോടും പുലർത്താൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. അതിനുള്ളൊരു വെളിച്ചം നമ്മുടെ ഉള്ളിലുണ്ടോ? അതിനുള്ളൊരു പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ടോ? ദൈവരാജ്യത്തിൻ്റെ കാലാവസ്ഥ അതാണ്. യേശുവിനെ അനുഗമിക്കുമ്പോൾ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും പരാജയങ്ങളിലും മറ്റുള്ളവരുടെ കുറവുകളിലും മാത്രം കുറ്റം കണ്ടെത്തുന്നവരാണ് നമ്മൾ. അത് അവൻ്റെ നന്മകൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? അവനെ കൂടി ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവ് ഒരു ഉപമ പറയുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്. ഒരു യജമാനൻ തൻ്റെ തോട്ടം കാര്യസ്ഥനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ തോട്ടം ഏൽപ്പിച്ച് കഴിയുമ്പോൾ ആ തോട്ടത്തിൻ്റെ അകത്ത് കളയും വിളയും ഉണ്ട്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, നീ എനിക്ക് തന്ന തോട്ടത്തിൽ കളയും വിളയും ഉണ്ടല്ലോ, ഞാൻ അതിൻ്റെ അകത്ത് കളകൾ പറിച്ചു കളഞ്ഞോട്ടെ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഏൽപ്പിച്ചത് ഒരു തുണ്ട് ഭൂമിയാണ്, കളയോടും വിളയോടും കൂടി അതിനെ സ്വീകരിക്കാൻ നിനക്ക് സാധിക്കുമോ? അവൻ്റെ കുറവുകളോടുകൂടി നിനക്ക് അവനെ അംഗീകരിക്കാൻ സാധിക്കുമോ? നമ്മുടെ മുമ്പാകെ ദൈവം വെച്ച് തന്നിട്ടുള്ള ജീവിത പങ്കാളിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നന്മകളില്ല. പക്ഷെ ദൈവം കൊടുത്ത ചില നന്മകൾ അവരിലുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അവർ പെരുമാറുന്നില്ല. പിടിവാശിക്കാരിയാണ്, അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു ജീവിത പങ്കാളിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി കുറവുകളുണ്ട്. ആ കുറവുകളോടുകൂടി അയാളെ സ്വീകരിക്കാൻ, അയാളെ സ്നേഹിക്കാൻ, അയാളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തു അതാണ് ചോദിക്കുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കണ്ണോടുകൂടി കാണണം. എല്ലാത്തിലും നന്മ കണ്ടെത്താനായിട്ട് സാധിക്കണം. എല്ലാം നല്ലതെന്ന് കണ്ടു. അവരിലുള്ള തിന്മകളെ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ എങ്കിൽ ഒരിക്കൽ പോലും അയാളെ സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല. പലപ്പോഴും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് എന്താണ്? ഈ തിന്മകൾ മാത്രമാണ്. ഈ തിന്മകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെന്ത്, അയാൾ ചെയ്തിരിക്കുന്ന തിന്മകളെ ഓർത്ത് അയാളെക്കുറിച്ചുള്ള പക മനസ്സിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പോലും പറ്റാത്ത വിധം നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും. പക്ഷേ അയാളുടെ നന്മകളെക്കുറിച്ച് ഓർത്താലോ നമുക്ക് എത്രമാത്രം അയാളെ സ്നേഹിക്കാൻ സാധിക്കും. അത് ജീവിത പങ്കാളിയാണെങ്കിലും, മക്കളെ ആണെങ്കിലും, മാതാപിതാക്കളെ ആണെങ്കിലും, സഹോദരങ്ങളെ ഒക്കെ ആണെങ്കിലും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ അവർ ചെയ്ത നന്മകൾ നമ്മൾ ഓർത്തിരിക്കണം.
ആ നന്മകൾ കാണാനുള്ള മനസ്സുണ്ടാകണം. 2 ചങ്ങാതിമാർ ചേർന്നുകൊണ്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മണൽപ്പരപ്പിലൂടെ ഒരു പുഴയുടെ തീരത്തുകൂടി കടന്നു പോകുമ്പോൾ ഒരു ചങ്ങാതി മറ്റേ ചങ്ങാതിയെ അടിച്ചു. അപ്പോൾ ഈ അടി കൊണ്ട ചങ്ങാതി മണ്ണിൽ ഇങ്ങനെ എഴുതി വെച്ചു, ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ അടിച്ചു. വീണ്ടും ഇവരിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു പാറപ്പുറത്തുകൂടി കടന്നു പോകുമ്പോൾ വഴുക്കളുള്ളൊരു സ്ഥലത്ത് വരുമ്പോൾ ഈ ചങ്ങാതി വീണ്ടും വീഴാൻ തുടങ്ങി. അപ്പോൾ ഈ മറ്റേ ചങ്ങാതി അയാളെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് രക്ഷിച്ചു. അപ്പോൾ തന്നെ അയാൾ തൻ്റെ ഭാണ്ഡത്തിൽ നിന്നൊരു ഉളി എടുത്തിട്ട് അവിടെയുള്ള പാറപ്പുറത്ത് ഇങ്ങനെ എഴുതി വെച്ചു, ഇവിടെ വെച്ച് ഈ ചങ്ങാതി എന്നെ രക്ഷിച്ചു. അപ്പോൾ മറ്റേയാൾ ചോദിച്ചു, ആദ്യം ഞാൻ നിന്നെ അടിച്ചപ്പോൾ നീ മണൽപ്പുറത്ത് എഴുതി, ഇപ്പം നിന്നെ ഞാൻ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ നീ എന്തുകൊണ്ടാണ് പാറപ്പുറത്ത് കൊത്തിവെച്ചത്? അപ്പോൾ അയാൾ പറയുകയാണ്, കൊണ്ട അടിയുടെ ഓർമ്മയൊക്കെ മണൽപ്പരപ്പിൽ എഴുതിയാൽ മതി. ഒരു കാറ്റടിക്കുമ്പോൾ, ഒരു തിരമാല വന്നടിക്കുമ്പോൾ അതങ്ങോട്ട് മാഞ്ഞു പോയിക്കൊള്ളും. പക്ഷേ കിട്ടിയ രക്ഷയുടെ ഓർമ്മകളൊക്കെ അത് പാറപ്പുറത്ത് കൊത്തിവെക്കണം. നമ്മുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മറ്റു പലരും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറന്നു കളഞ്ഞിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഓർമ്മയിൽ വയ്ക്കാൻ സാധിച്ചാൽ അവരനെ സ്നേഹിക്കാൻ സാധിക്കും. അവൻ്റെ ദുഃഖം നമ്മുടെ ദുഃഖമായിട്ട് മാറി അവൻ്റെ ഭാഗത്ത് നിന്ന് അവൻ്റെ പ്രശ്നങ്ങളെ കേട്ട് അവനെ സഹായിക്കാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. അതാണ് റിയലായിട്ടുള്ള ക്രിസ്ത്യാനിയുടെ ജീവിതമെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താ മോനെ നിൻ്റെ പ്രശ്നം എന്ന് ഉള്ള ചോദ്യം കേൾക്കുവാൻ വേണ്ടി അനേകം ആളുകൾ ഇന്ന് കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ അനുദിനം ദുരന്തങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, നിരാശയിലൂടെ ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് അവർക്കൊരാശ്വാസ വചനമായി തീരാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് ഒന്നാമത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് സൗഖ്യം പ്രാപിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ, ദുഃഖങ്ങളുണ്ടാകുമ്പോൾ, സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ നിന്നു പോകാൻ ഇടവരാതെ ഉപ്പുതൂണ് പോലെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമായി തീരാതെ മുൻപോട്ട് നോക്കി ഒഴുകാനായിട്ട് സാധിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പുഴ പോലെ ഒഴുകുന്നതായിരിക്കണം. ആ പുഴയെന്ന് പറയുന്നത് എല്ലാത്തിനെയും തണുപ്പിക്കുന്നതാണ്, അല്ലേ? കർത്താവ് പറയുന്നത് പോലെ, ഞാൻ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ നദി ഒഴുകും. ആ നദിയുടെ പ്രത്യേകത എന്താണ്? നദി എല്ലാവരെയും തണുപ്പിക്കുകയാണ്. നമ്മുടെ വാക്ക് മറ്റുള്ളവർക്കൊരു തണുപ്പാകണം, ഒരാശ്വാസമാകണം. ജീവിതത്തിൻ്റെ കൊടിയ ചൂടിൻ്റെ പ്രതിസന്ധിയിൽ നമ്മുടെ വാക്കുകൾ അവർക്കൊരു കച്ചിത്തുരുമ്പായി തീരണം, ഒരു തണുപ്പായി തീരണം. അതുപോലെ തന്നെ പുഴ എല്ലാത്തിനെയും സ്വീകരിക്കുകയാണ്, അല്ലേ? പുഴയെന്ന് പറയുന്നത് കൊണ്ടുചെന്നിടുന്ന വേസ്റ്റുകൾ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ഈ പുഴയിലൂടെ ഒത്തിരി ആരാധനകളും ഒക്കെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാത്തിനെയും പുഴ സ്വീകരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന നമ്മളുടെ മക്കളിലോ നമ്മുടെ ജീവിത പങ്കാളിയിലോ മാതാപിതാക്കളിലോ ഉള്ളതായ പല അവർ നമ്മളെ വേദനപ്പെടുത്തുന്നതായ അനുഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ സ്വീകരിക്കണം. നമ്മുടെ മുമ്പിൽ വിളമ്പി വയ്ക്കുന്നതിന് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. അങ്ങനെ ഒരു പുഴയുടെ ഒരു അനുഭവമായിട്ട്, ഇങ്ങനെ ഒഴുകുന്നൊരു പുഴയായിട്ട് തീരുവാനായിട്ട്. പിന്നെ പുഴ പലതിനെയും ശുദ്ധീകരിക്കുന്നുണ്ട്. പുഴ പലതിനെയും ശുദ്ധീകരിച്ച് കഴുകി വെടുപ്പാക്കുന്നുണ്ട്. അങ്ങനെ മറ്റുള്ളവരുടെയും ജീവിതത്തിൽ ഒരു പ്രകാശമായി മാറിത്തീരുവാൻ നമ്മുടെ ജീവിതം സാധിക്കട്ടെ. മറ്റുള്ളവൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിക്കുവാൻ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ജീവിതത്തിൽ ആ ചെറിയ പ്രായത്തിൽ അവൻ്റെ ജീവിതത്തിൽ പഠിക്കുവാൻ സാധിക്കാതെ വന്ന് വളരെ വേദനയുടെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ എന്താ നിൻ്റെ പ്രശ്നമെന്ന് ചോദിക്കുവാൻ ഒരാളുണ്ടായിരുന്നതാണ് അയാളുടെ ജീവിതം അവിസ്മരണീയമായ ഒരു ജീവിതമായി മാറിയത് എങ്കിൽ നമ്മളുടെ ജീവിതത്തിലും മറ്റു പലരുടെയും ജീവിതത്തിൽ അവർക്കൊരാശ്വാസമായി സ്വാന്തനമായി തീരുവാൻ നമ്മളുടെ തന്നെ ജീവിതം ഒരു പ്രത്യാശയുടെ ജീവിതമായിട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിച്ചതും കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Maria.